ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 201 ഏരിയ അഥവാ പരപ്പളവ് എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു ചതുര സ്തംഭമാണ്. അതായത് പാദം ബേസ് രണ്ടും ബേസ് ചതുരമാണ്, ഒരേ വലിപ്പത്തിലാണ് മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നത്. ഇതിന്റെ പരപ്പളവ് നമുക്ക് കാണും. അതായത് നമുക്കറിയാം 4 പാർശ്വ മുഖങ്ങൾ ഉണ്ട്. ലാറ്ററൽ ഫേസസ് 4 1 2 3 4. പിന്നെ 2 ബേസ് അഥവാ പാദവും ഉണ്ട്. ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ഹോളോയാണ്, അകം പൊള്ളയാണ്. ഇതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ലാറ്ററൽ സർഫസിന്റെ ഏരിയയും, അതായത് പാർശ്വമുഖങ്ങളുടെ ഏരിയ പരപ്പളവ് അഥവാ പരപ്പെന്നും പറയാം. പിന്നെ മുഴുവനുമുള്ള ഉപരിതല പരപ്പളവ് അഥവാ ടോട്ടൽ സർഫസ് ഏരിയയും കാണണം. അപ്പൊ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് തുറന്ന് നമുക്കിതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും കാണാം. ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് ലാറ്ററൽ സർഫസിന്റെ ഏരിയ കാണാം, അഥവാ പാർശ്വ പരപ്പളവ് കാണാം. അപ്പൊ നമുക്ക് ഈ പാദം വേണ്ട, പാദം രണ്ടും വേണ്ട, ഇങ്ങനെ ഇരിക്കും അല്ലേ, ഇങ്ങനെ ഇരിക്കും. ഇത് ഈ രണ്ട് ഞാൻ വരച്ച് കാണിക്കാം. ഇതെല്ലാം പാർശ്വമുഖങ്ങളാണ്. 4 പാർശ്വമുഖങ്ങളുണ്ട്. 2 എണ്ണം ഒരേ വലിപ്പമാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇത് രണ്ടും ഒരേ വലിപ്പം, ആദ്യത്തതും മൂന്നാമത്തതും ഒരേ വലിപ്പം. ഇപ്പോൾ ഇതിന്റെ 4ന്റെയും കൂടെ ഏരിയ അഥവാ പരപ്പളവ് കൂട്ടുമ്പോഴാണ് നമുക്ക് പാർശ്വ പരപ്പ് കിട്ടുന്നത്, അഥവാ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടുന്നത്. ഇപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. LSA എന്ന് ഷോർട്ടായിട്ട് എഴുതാം. പാർശ്വ പരപ്പ്. ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, ഇതിന്റെ ഷേപ്പ് എന്താ, റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ്. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം നീളം ഗുണം വീതിയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എല്ലായിടവും സെയിമും ആണല്ലോ, ഹൈറ്റ്. ഇനി ലെങ്ത്, ടോട്ടൽ ലെങ്ത് വേണം. ആ ടോട്ടൽ ലെങ്ത് എന്നതാണ്, ഇങ്ങനെ നമ്മൾ ആക്കി കഴിയുമ്പോൾ ഇതിന്റെ പെരിമീറ്റർ ആണല്ലോ, ഈ ബേസിന്റെ പെരിമീറ്റർ ആയിട്ട് വരും ഈ താഴത്തെ ലെങ്ത്. ബേസിന്റെ പെരിമീറ്റർ ആയിട്ട്, ഇത് ബേസ് ആണ്, ബേസിന്റെ പെരിമീറ്റർ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ബേസ് പെരിമീറ്ററിനെ ടോട്ടൽ ലെങ്ത് ബേസ് പെരിമീറ്റർ ആയി ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടുമല്ലോ. അപ്പൊ നമുക്കിതിനെ അങ്ങനെ എഴുതാമല്ലോ. ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഏത് പ്രിസമാണെങ്കിലും അതിനെ ബേസ് പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു, വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ബേസ് പെരിമീറ്റർ 2 × L+B ആണ്, ഇൻറ്റു ഹൈറ്റ് h. ഇനി ഇതൊരു ട്രയാങ്കിൾ, ബേസ് ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, അപ്പൊ ഇതൊരു ട്രയാങ്കുലർ പ്രിസമാണ്. അപ്പൊ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ 3 സൈഡ് ഈക്വൽ ആണ്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവും കൂടെ കണ്ടുപിടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ, അതിനെ TSA എന്ന് എഴുതാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പം അറിയാവല്ലോ, ലാറ്ററൽ സർഫസ് ഏരിയ പാർശ്വപരപ്പും 2 പാദങ്ങളുടെ പരപ്പും കൂടെ വരും. അന്നേരം 6 മുഖങ്ങളുണ്ട്, 6 ഫേസസിന്റെ കൂടെ ഏരിയ കൂട്ടുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ, ലാറ്ററൽ സർഫസ് ഏരിയയുടെ കൂടെ 2 ബേസ് ഏരിയ കൂട്ടുമ്പോൾ എന്ത് കിട്ടി, ടോട്ടൽ സർഫസ് ഏരിയ കിട്ടി. ഇവിടെ ലാറ്ററൽ സർഫസ് ഏരിയ എന്താ, 2 × L+B × H പ്ലസ് 2 ടൈംസ് ബേസ് ഏരിയ. ബേസ് ഏരിയ എത്താ, ബേസ് എന്ന് പറയുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടല്ലോ, റെക്ടാങ്കിൾ ആണല്ലോ ഷേപ്പ്, L ഇൻറ്റു
ബി. ഇതിനെ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ 2LH പ്ലസ് 2BH പ്ലസ് 2LB. അപ്പോൾ ഇതിനെല്ലായിടത്തും 2 കോമൺ ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു LH പ്ലസ് BH പ്ലസ് LB എന്ന് എഴുതാമല്ലോ. ഇത് എന്ത് പിരമിഡാ, എന്ത് പ്രിസമാണ്? ഇതെന്ത് പ്രിസമാണ്? റെക്റ്റാങ്കുലർ പ്രിസം. ഇനി നമുക്കൊരു ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ആണെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ത് വരും? LSA. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ 3 സൈഡുകളുടെ ഏരിയ ആണല്ലോ. 3ഉം റെക്റ്റാങ്കിൾ ആണല്ലോ. ബേസ് A ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ A ഇൻറ്റു H ആണ് ഒരു ലാറ്ററൽ ഫേസിന്റെ ഏരിയ. അങ്ങനെ ആകുമ്പോൾ 3 ടൈംസ് AH എന്ന് എഴുതാമല്ലോ. ഒരു ട്രയാങ്കുലർ ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ആണെങ്കിൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും? ലാറ്ററൽ സർഫസ് ഏരിയയുടെ കൂടെ 3AHന്റെ കൂടെ 2 ടൈംസ് ബേസ് ഏരിയ. ബേസ് ഏരിയ എന്താ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ √3/4 ആണ്. അത് ആഡ് ചെയ്ത് അങ്ങനെ ഏത് ഷേപ്പ് വന്നാലും നമുക്ക് ഇങ്ങനെ ഫോർമുലകൾ ഉണ്ടാക്കാൻ സാധിക്കും. ലാറ്ററൽ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പാദ ചുറ്റളവിനെ, പാർശ്വപരപ്പെന്ന് പറഞ്ഞാൽ പാദ ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പ് എന്ന് പറഞ്ഞാൽ പാർശ്വപരപ്പിന്റെ കൂടെ പാദ പരപ്പിന്റെ ഇരട്ടി കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടിയാൽ മതി. അപ്പൊ ഏത് ഷേപ്പ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കണ്ടുപിടിക്കാം.